ഈ ചുട്ടു പൊള്ളുന്ന വേനൽ ഇതുപോലൊരു ജ്യൂസ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കക്കരി കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. കക്കരി പലതരത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള കക്കരി വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ കക്കരിയാണ് കേട്ടോ നല്ലത്. അത് ചെറുതായിട്ടൊന്നും മുറിക്കണ്ട, ഇതുപോലെ വലിയ പീസായിട്ട് മുറിച്ച് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിയോ കുരുവോ ഒന്നും കളയണ്ട കേട്ടോ, മുഴുവനായി തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അതാ ഞാനിപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായ കക്കരിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ലൈം ജ്യൂസാണ്. ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2-3 പച്ചമുളകിൻ്റെ പീസ്. പച്ചമുളക് അധികം മൂത്തത് വേണ്ട കേട്ടോ, അത് നമ്മൾ ഇളയ പച്ചമുളക് കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തേനാണ്. നമ്മൾ മധുരത്തിന് കുറച്ച് തേനും ഒരു പിഞ്ച് ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്ര ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നല്ല ഐസ് ക്യൂബ്സ് ചേർത്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതാ കക്കരി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കക്കരിയിൽ ഒട്ടും വെള്ളം ഒഴിക്കണ്ട, നമ്മൾ നന്നായി തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.